ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ടൊരു തോരനാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ തോരൻ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ഇതാ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സബോളക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സബോള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി സബോളയുടെ ഒക്കെ കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സബോള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ്. അപ്പോൾ ഒരു 3 പിടി മുരിങ്ങയില നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ടതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുരിങ്ങയിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുരിങ്ങയിലെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം സെൻറ്ററിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുരിങ്ങയിലേക്ക് നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എഗ്ഗിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു തോരനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.